ഹായ് ഫ്രണ്ട്സ്, എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സ്ത്രീകളും സ്വന്തമായി എന്തെങ്കിലുമൊക്കെ വരുമാനം കണ്ടെത്തിയിട്ട് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കണം. ഞാൻ ചെറുപ്പം മുതലെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ വിവാഹത്തിനൊക്കെ ശേഷം എനിക്ക് അപ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മളെ ലൈഫ് ആരംഭിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങിയല്ല. അപ്പം നമുക്ക് ഭർത്താവിനെ ഓരോ കാര്യത്തിനൊക്കെ ആശ്രയിക്കേണ്ടി വരുമ്പോഴൊക്കെ എനിക്ക് വളരെയധികം വിഷമമുണ്ടായിരുന്നു. പിന്നെ ആ സമയത്തൊന്നും എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല, ചെറിയ കുട്ടികളൊക്കെ ആയിരുന്നതുകൊണ്ട് പുറത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് വളരെ ആഗ്രഹിച്ചിട്ട് സ്വന്തമായി വീട്ടിലിരുന്നിട്ട് ടൈലറിങ്, ബ്യൂട്ടീഷ്യനും, കേക്ക് വർക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഡിസൈനിങ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ചെറിയ ചെറിയ വരുമാനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയ ഒന്നും അധികം വരാത്ത, ഈ നെറ്റും ഇൻ്റർനെറ്റ് കണക്ഷനുകൾ, യൂട്യൂബൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ നോക്കിയിട്ടൊന്നും പഠിക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ പുറത്തേക്കും പോകാൻ പറ്റില്ല. പക്ഷേ ഒരു നിമിഷം പോലും എനിക്ക് വെറുതെ ഇരുന്ന് സമയം പാഴാക്കാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ബുക്കുകളൊക്കെ വായിക്കുമായിരുന്നു. ആ ബുക്കിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് നല്ല നല്ല അറിവുകളും നല്ല നല്ല കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബുക്ക് വായിക്കുന്ന സമയത്തും എനിക്ക് കൂടുതൽ വായിച്ച് വരുമ്പോൾ നമുക്ക് എഴുതുവാനുള്ളൊരു കപ്പാസിറ്റിയും കൂടി നമുക്ക് ബുക്ക് വായനയോടെ ലഭിക്കുന്നുണ്ട്. നമുക്ക് ചെറിയ ചെറിയ കഥകൾ, കവിതകൾ, അങ്ങനെ ചെറുകഥകൾ, അങ്ങനെ ചെറുതായിട്ട് എനിക്ക് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ അങ്ങനെയും ചെറിയ കഥകളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നീട് അതൊക്കെ ഇരുന്ന് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെയാണ് എഴുതിയത്, ഇതൊക്കെ എങ്ങനെയാണ് എഴുതാൻ സാധിച്ചതെന്നൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നതിനെ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ ചെറിയ ബിസിനസ്സുകളൊക്കെ വേറെ ചെയ്തു. അച്ചാർ നിർമ്മാണം, മസാലപ്പൊടികൾ നിർമ്മാണം, അതൊക്കെ ചെയ്തു. പിന്നെ അതിന് ശേഷം പിന്നെ ഓൺലൈൻ ബിസിനസ്സിൽ ചെയ്തു. നമുക്ക് ഈ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ട് എൻ്റെ ഡിസൈനും ചുരിദാറിൻ്റെ വർക്കുകളൊക്കെ ഇട്ടിട്ട് അത് ആവശ്യക്കാരിലേക്ക് നമുക്ക് ഷിപ്പിംഗ് ആയിട്ട് അയച്ചു കൊടുക്കുക, അങ്ങനെ ബിസിനസ് ചെയ്തു. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ചെറിയൊരു വരുമാനമാണെങ്കിൽ നമുക്കത് കിട്ടുമ്പോൾ വളരെയധികം സന്തോഷമാണ്. നമുക്കൊരാളെ ആശ്രയിക്കാണ്ട് നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ വാങ്ങാനും, നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സ് എടുക്കാനും, ചെരുപ്പ് വാങ്ങാനും, അങ്ങനെ എല്ലാ കാര്യത്തിനും ഞാൻ അങ്ങനെ പരമാവധി ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്നെ പോലെയുള്ള വ്യക്തികളോടാണ് പറയാനുള്ളത്. പിന്നെ നമുക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവരും, നമുക്ക് പഠനത്തിനൊന്നും ഒരു ഏജ് ലിമിറ്റ്, ഒരു സമയമൊന്നുമില്ല. ഞാൻ നല്ലോണം പഠിച്ചിരുന്ന ഒരാളായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ പഠനമൊക്കെ മുടങ്ങി, കല്യാണത്തിന് ശേഷം എനിക്ക് പഠിക്കാൻ പറ്റാണ്ടായി. അങ്ങനെ വേറൊരു രീതിയിലേക്ക് ലൈഫ് പോണ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് എന്നോട് പറയണ്ട, എപ്പോഴും പഠിക്ക്, നീ പഠിച്ചോ, നിങ്ങൾക്ക് ഇനി പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ചിന്ത എന്ന് പറയുന്നത്, ഇപ്പോൾ കുട്ടികളെ ഇനി അവരെ പഠിപ്പിക്കട്ടെ, അവർ വലുതായി, ഇനിയിപ്പോൾ ഞാൻ പഠിക്കാൻ പോകണമെന്നുണ്ട്, മറ്റുള്ളവരെന്ത് വിചാരിക്കുക, അങ്ങനെ ഒരു ചിന്തയിലുള്ള ജീവിതമായിരുന്നു അന്നൊക്കെ. പിന്നീടാണ് കാലക്രമേണ നമുക്ക് മനസ്സിലായി, നമ്മൾ ജീവിക്കും തോറാണല്ലോ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഏജൊന്നും നമുക്ക് ജീവിതത്തിലൊരു ഇതല്ല, അത് വെറും നമ്പർ മാത്രമാണെന്ന്. നമുക്ക് കഴിവുണ്ടോ, നമുക്ക് ആത്മവിശ്വാസമുണ്ടോ, നമുക്ക് എന്തെങ്കിലും ചെയ്യണം, നമ്മളെ ഹൃദയത്തിനുള്ളിൽ അത്രയ്ക്കും അടിവരയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറ്റും. അങ്ങനെയാണ് വീണ്ടും ഞാൻ ഓൺലൈനിലോട്ട് ഒരു പഠനത്തിന് മുതിർന്നത്. ആ പഠനം എന്ന് പറയുന്നത് ഇപ്പോൾ കോളേജ് വിദ്യാഭ്യാസം അങ്ങനത്തെ പഠനമല്ല. ഞാൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ, അതുപോലെ എനിക്ക് അങ്ങനത്തെയൊക്കെ നല്ല വ്യക്തിപരമായ ജീവിതം, നമ്മൾ ജീവിക്കുമ്പോഴാണല്ലോ ജീവിതം എന്തെന്ന് നമുക്കറിയുന്നത്. ഒരാളെ എക്സ്പീരിയൻസ്, ഒരാളെ കഥകൾ, അനുഭവങ്ങളൊന്നും നമ്മളോട് പറയുമ്പോൾ നമുക്കതൊക്കെ വെറും കെട്ടുകഥകളായിട്ടാണ് നമുക്ക് തോന്നുക. അവരനുഭവിച്ചൊക്കെ അവർക്ക് അനുഭവങ്ങളാണെങ്കിൽ നമുക്കതൊരു കഥകളായിട്ടാണ് തോന്നുന്നത്. എന്ന പോലെ തന്നെയാണ് എൻ്റെ എക്സ്പീരിയൻസ്, എനിക്കൊരു അനുഭവമാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് വെറും തമാശ കഥകളായിരിക്കും. അപ്പോൾ അങ്ങനെ മനുഷ്യൻ്റെ മനസ്സുകളെക്കുറിച്ച് അറിയാനും ഡീപ്പായിട്ട് ഞാൻ ചിന്തിക്കാനും അങ്ങനെയൊക്കെ തുടങ്ങി. അങ്ങനെ ഓൺലൈനിൽ ഒരുപാട് കോഴ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അതൊക്കെ എനിക്ക് എൻ്റെ പേഴ്സണലി കാര്യത്തിന് എനിക്ക് വളരെ ഇമ്പ്രൂവ്മെൻ്റാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് സാറുമാരൊക്കെ ഉണ്ട്. ഞാൻ ആരാധിക്കുന്ന ഒരുപാട് സാറുമാർ എനിക്ക് ഉണ്ട്, ഗുരുക്കന്മാരുണ്ട്. അപ്പോൾ അവരെ വേഡ്സുകളൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നടക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വളരെ എനർജറ്റിക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ എപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, നമുക്ക് നെഗറ്റീവുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ആക്കണ ഏതെങ്കിലും വ്യക്തികളെടുത്ത് നമ്മൾ ഫോൺ വിളിക്കുമ്പോഴോ ഇപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ നമ്മളെ നെഗറ്റീവ് ആക്കണ എന്തെങ്കിലും കാര്യങ്ങൾ, അതല്ല നമ്മളെ മനസ്സിന് വിഷമാക്കുന്ന എന്തെങ്കിലും, നമ്മൾ എനർജി കളയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ സ്വയം മനസ്സിൽ കരുതുക, അവർ
അത് പറഞ്ഞോട്ടെ. അതിന് ശേഷം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ഒരു ശാന്തതയോടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുക, നമ്മൾ ജീവിതത്തിൽ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനും നമ്മളെ സന്തോഷിപ്പിക്കാനും നമുക്ക് ജീവിക്കാനും നമ്മളെ കൂടെ നമ്മളെ സുഖത്തിനും ദുഃഖത്തിനും നമ്മളെ കൂടെ നമുക്കൊരാളുണ്ട്. നമ്മളെ ഇന്നർ പീസിൽ, നമ്മളെ അകത്ത്, നമ്മളെ ഹൃദയത്തിനുള്ള ഇന്നറിലേക്ക് നമ്മൾ നോക്കണം. നമ്മളെ ഹൃദയത്തിലോട്ട് നോക്കി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഹൃദയം തുറന്ന്, ഹൃദയത്തിൽ അത്ര ശുദ്ധീകരണമാണ് കേട്ടോ. ഹൃദയം തുറന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാന സന്തോഷമുണ്ട്. ഒരു നെഗറ്റീവ് നമ്മളെ ബാധിക്കില്ല. നെഗറ്റീവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അവരെ ഹൃദയത്തിൽ മനസ്സിൽ നെഗറ്റീവ് ഉണ്ട്. അത് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ അവർക്കൊരു സുഖം എന്തെങ്കിലും അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കാം, മനസ്സിലായോ? പക്ഷേ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ വേറെ വഴിയിലൂടെ ചിന്തിക്കുന്ന ആൾക്കാരാണ്, മനസ്സിലായോ? അങ്ങനെ നമ്മളെപ്പോഴും നമ്മളുടെ മൈൻഡിനെ നമ്മൾ സെറ്റാക്കി വെക്കണം. പിന്നെ ഈ കുറേ പണമുള്ളവരൊക്കെ എപ്പോഴും സന്തോഷം എന്ന് നമ്മൾ വിചാരിക്കരുത് കേട്ടോ. അത് നമ്മൾ ആൾക്കാരുമായി അടുത്തിഴകി വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരുപാട് ഇപ്പോൾ ഞാൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ ഒരുപാട് ഗ്രൂപ്പിൽ ഒരുപാട് പേര് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അവർക്ക് ലക്ഷറി കാറുകളും വീടും വലിയ വലിയ ബിസിനസ്സുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നിലൊന്നും അവർക്ക് സമാധാനം എന്ന് പറയുന്നത് അവർക്ക് ലഭിച്ചിട്ടില്ല, മനസ്സിലായോ? അപ്പോൾ നമുക്ക് ലക്ഷറി കാറും വീടും ഇതൊന്നും ഉണ്ടായാലും നമുക്ക് സമാധാനം കിട്ടുന്നില്ല. നമ്മൾ തന്നെ തേടി കണ്ടെത്തുന്നതും നമുക്ക് ഒരു അനുഗ്രഹവും പടച്ചവൻ്റെ പക്കത്ത് നിന്ന് നമുക്ക് അനുഗ്രഹം വേണം, നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ പണം ഇല്ലല്ലോ, അല്ലെങ്കിൽ അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിച്ചിരിക്കാതെ നമ്മളെപ്പോഴും മൈൻഡ് സന്തോഷത്തിൽ ആക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ നെഗറ്റീവാക്കുന്ന പല കാര്യങ്ങളും നമ്മളെ ജീവിതത്തിലുണ്ടാവും, നമ്മളെ വീട്ടിൽ നിന്നുണ്ടാവും നമുക്ക്. പക്ഷേ ആ സമയത്തൊന്നും നമ്മൾ എല്ലാം സമർപ്പിക്കുക, നമ്മളെല്ലാം പടച്ചവനക്ക് വിട്ടുകൊടുത്തിട്ട് നമ്മൾ പറയാം, നമ്മൾ ജനിച്ചത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലല്ലോ നമ്മൾ ഭൂമിയിലേക്ക് വന്നത്. നമ്മൾ പോകുന്നതെന്നാണോ നമുക്കറിയില്ല. കുറച്ച് നാളത്തെ ഒരു ജീവിതമുള്ളൂ ഈ ലൈഫിൽ. നമുക്ക് ഇവിടെ കുറച്ച് സമയമുള്ളൂ നമുക്ക് ജീവിക്കാനുണ്ട്. പക്ഷെ നമ്മളതൊന്നും ആലോചിക്കാൻ നമുക്ക് നേരമില്ല. നമ്മളെന്തിനോ വേണ്ടി ഇങ്ങനെ വെട്ടിപ്പിടിക്കാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾക്ക് അങ്ങനെ ഒരു സമയം പഠിച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ദിവസം ജനിച്ചു, ഇന്ന ദിവസം നീ മരിക്കും, ഇത്ര ദിവസങ്ങളൊന്നും നമ്മൾക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നാൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് അതാലോചിച്ച് വിഷമിക്കാനല്ലേ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ഡേറ്റില്ലല്ലോ നമുക്ക്. സംഭവിക്കണമെങ്കിൽ ചിലപ്പോൾ നാളെ സംഭവിക്കാം, ഈ നിമിഷം സംഭവിക്കാം, ചിലപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ഡേറ്റ് വെക്കാണ്ട് നമുക്ക് തോന്നുന്നത് നമ്മളെ അതും നമുക്കൊരു അനുഗ്രഹമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ള സമയം മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. നല്ല രീതിയിൽ നല്ല മനസ്സോട് കൂടിയിട്ട് നല്ലതായത് ഈ ലോകത്തെ കാണാൻ ശ്രമിക്കുക. നമ്മൾക്ക് എപ്പോഴും നമുക്കൊരു കണ്ണട ഉണ്ട് നമ്മളെ മുഖത്ത്. അത് നല്ല കണ്ണടയായിരിക്കണം നമ്മൾ വെക്കുന്നത്. തെളിഞ്ഞ നല്ല മനസ്സുള്ള നല്ലൊരു തെളിഞ്ഞ കണ്ണടയായിരിക്കണം. ആ കണ്ണടമേൽ എന്ത് കളറാണോ പറ്റി പിടിച്ചിരിക്കുന്നത്, എന്ത് പൂപ്പലാണോ പറ്റി പിടിച്ചിരിക്കുന്നത്, എന്ത് ചെളിയാണോ കണ്ണട പിടിച്ചിരിക്കുന്നത്, ആ കണ്ണടയിലൂടെ മാത്രമേ നമുക്ക് ലോകത്തെ കാണാൻ പറ്റൂ. ചെളിയാണ് അതിന്മേലുള്ള, ആ ചെളി നമ്മളെ ഹൃദയത്തിൽ വരും. അതിന്മേൽ എന്ത് കളറാണോ ഉള്ളത്, കളർ നമ്മളെ ഹൃദയത്തിൽ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെച്ചിട്ടുള്ള കണ്ണട ഏറ്റവും നന്നായിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അപ്പോൾ അതും ഞാൻ ഈ പറഞ്ഞ വേർഡ്സുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു പേഴ്സണൽ ക്ലാസ്സിനൊക്കെ പോയിട്ട് അതിൽ നിന്ന് കിട്ടിയ ചെറിയ ചെറിയ ടിപ്പുകളാണ് ഇത്. എനിക്ക് പിന്നെ കൂടുതൽ ഒരുപാട് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് എങ്ങനെയാണ് നിങ്ങളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും എൻ്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തരോട് ഒരുപാട് നന്ദി. പിന്നെ അപ്പോൾ നിങ്ങളോട് വീണ്ടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളൊന്നും കൊണ്ട് വിഷമിച്ചിരിക്കാതെ എപ്പോഴും നമ്മൾ ഫുൾ എനർജറ്റിക്കായി നമ്മളെ കൊണ്ട് എന്താണ് പറ്റുന്നത്, നമുക്ക് ചെറിയൊരു കാര്യമാണ് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ വീട്ടിൽ നിന്നുകൊണ്ട് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ പൈസ വരുമാനം പെട്ടെന്ന് ഒന്നും കിട്ടണമെന്നില്ല. പക്ഷെ നമ്മളത് ചെയ്തിട്ട് നമ്മുടെ സ്കില്ലാണ് അവിടെ വളർത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു ചെടി നടാനാണ് നമുക്ക് പറ്റുന്നെങ്കിൽ നമ്മളത് ചെയ്യുക. നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ നട്ടിട്ടതിനാണ്, പക്ഷേ ആ ചെടി വളർന്ന് ഓരോ ദിവസം ചെല്ലുമ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ രാവിലെ പോകും ആ ചെടിയെ നോക്കാനായിരിക്കും. രാവിലെ എനിക്ക് വാതിൽ തുറന്ന് ആ ചെടിയുടെ അടുത്ത് പോയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തന്നെ സ്വയം ഒരു
സന്തോഷം നോക്കും. അപ്പോൾ സന്തോഷം തോന്നും. പിന്നെ 2 ഇല വന്നു, പിന്നെ 3 ഇല വന്നു. അങ്ങനെ ഓരോ ദിവസം അത് പയ്യെ പയ്യെ വളർന്ന് പിന്നെ അതിന്മേൽ പൂവിട്ടു, കായ വന്നു. പിന്നെ അതിൻ്റെ ഫലം കിട്ടുമ്പോൾ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ, ഹൃദയത്തിനുള്ളിൽ. അങ്ങനെ ഒരു തൈ നട്ടു. പിന്നെ നമുക്ക് തോന്നും ഇതിപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടല്ലോ, അപ്പോൾ 2 നടാം. പിന്നെ വേറെ അങ്ങനെ പലതും നമ്മൾ ട്രൈ ചെയ്യും കേട്ടോ. ഇതൊക്കെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ട്രൈ അങ്ങനെ തന്നെ നമ്മൾ നിർത്തരുത്. അങ്ങനെ ട്രൈ ചെയ്തിട്ടാണ് നമുക്ക് അടുത്തതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു.